നമുക്ക് ഇന്നത്തെ ട്രേഡ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, ഇന്നലെ ഒരു ശോകം ദിവസമായിരുന്നു. ഇന്നലെ അത്യാവശ്യം എടുത്ത 2 ട്രേഡും പാളിപ്പോയി. ഒന്ന് എസ്എൽ അടിച്ചു, ഒന്ന് ബ്രേക്ക് ഈവനായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. അപ്പം ബെയറിഷ് സെൻറ്റിമെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇന്നലെ ഒരു തേഴ്സ്ഡേ കൗണ്ടർ എടുത്താണ്. അത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ അവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റി. അപ്പോൾ ഇന്നത്തെ ദിവസം പിന്നെ ഒരു ട്രേഡും കൂടി എടുത്തിരുന്നു. പക്ഷേ അത് ഒരു ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ, ട്രേഡായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എടുത്തത് എവിടെ, ഗോൾഡിലാണ്. ഗോൾഡിൽ ഫസ്റ്റ് വന്നപ്പോൾ ഇന്ന് ട്രേഡ് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പക്ഷേ ഒരു TGIF കിട്ടുവാണെങ്കിൽ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു എൻ്റെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഓൾറെഡി എനിക്കൊരു പിക്ചറുണ്ട്. ഓക്കെ, പ്രൈസ് ബെയറിഷായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലത്തെ കുറച്ച് ദിവസമായിട്ട് പ്രൈസ് ബുള്ളിഷാണ്. അപ്പോൾ ഈ ഒരു BSL മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. അതായത് അത് ചെയ്തിട്ട് എനിക്ക് ഒരു ക്യാൻഡിൽ ടു ക്ലോസ് ഇന്നലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു TGIF എക്സ്പെക്റ്റ് ചെയ്യാം, ഒരു റിവേഴ്സൽ. ഓക്കെ, അപ്പം ആ ഒരു മൈൻഡിലാണ് ഇരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് 4 hour പിക്ചർ എന്താ നോക്കി. 4 hour നല്ല രീതിയിൽ അഗ്രസീവായിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് വരണം. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു 3 ക്യാൻഡിലിൽ ഒരു റിവേഴ്സൽ വരും. അത് കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. അതും എൻ്റെ മൈൻഡിലൊരു ഡൗട്ടായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം പിന്നെ ഈ ട്രേഡ് എന്തിനാണ് പ്ലേസ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കൊരു സ്ട്രോങ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മാർക്കറ്റ്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ അത് ഫുള്ളായി ഫില്ല് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. ഈ ഒരു ക്യാൻഡിൽ, അതായത് 21 എന്ന് പറയുന്ന ക്യാൻഡിലിൽ ഒരു ക്ലോസ് ചെയ്തു വിത്ത് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ. അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തത് ഈ ഒരു ബോഡി ക്ലോസ് ഞാൻ നോട്ടീസ് ചെയ്തു. ഇതോടെ ഇങ്ങോട്ട് വരാത്ത ബോഡി ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബോഡി ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അടുത്തൊരു ഈ ക്യാൻഡിൽ എനിക്കൊരു എക്സ്പാൻഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ ആം സ്റ്റിൽ ഓൺ ദ റിവേഴ്സൽ. എന്താ പറയുക, ഒരു റിവേഴ്സൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഇത്രയും ബുള്ളിഷായിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കീ എലമെൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ട്രേഡ് എടുക്കത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഞാനാണെങ്കിൽ ഈ ക്യാൻഡിലിനെ ഒന്ന് ലൈൻ ചെയ്തു. അതായത് ഇത് ഹയർ വാല്യൂസ് ആയിരിക്കും, ഇത് ഇക്വിലിബ്രിയമാണ്. ഈ ക്യാൻഡിലിൻ്റെ ഇത് ഹൈയെ, ഇക്വിലിബ്രിയം ലോയെ. എനിക്ക് ഈ ഇക്വിലിബ്രിയത്തിനെ റെസ്പെക്ട് ചെയ്യണം. ആൻഡ് ഓൾസോ അവിടെ ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട് അല്ലേ. ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പും നമുക്കവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഈ 2 കോൺഫ്ലുവൻസ് ഉണ്ട്. ആ ഒരു പോയിന്റിൽ എനിക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, പ്ലസ് ഈ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും റിയാക്ഷൻ കിട്ടുവാണെങ്കിൽ എനിക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ നേരെ ഡയറക്റ്റ് ഞാൻ M15 പോകുന്നത്. ഇന്ന് ഞാൻ 1 hour പോയി. 1 hour പോയപ്പോൾ ഇത് കണ്ടോ, ഇവിടെയാണ് ഞാൻ ട്രേഡ് കൺഫേം ചെയ്തത്. അതായത് ഇതിനെ റെസ്പെക്ട് ചെയ്യും ഒരു ക്യാൻഡിൽ.
ഒരു ക്യാൻഡിൽ എന്തൊക്കെയാ കാണിക്കുന്നത്. അപ്പോൾ ഒരു ക്യാൻഡിൽ ഈ ഒരു ഇക്വിലിബ്രിയത്തിനെ റെസ്പെക്റ്റും ചെയ്തു, അതേപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് എന്താ ചെയ്തത്, എനിക്ക് ഒരു ക്യാൻഡിൽ ടു ക്ലോസ് വന്നു, അകത്ത് എൻ്റെ റേഞ്ചിനകത്തൊരു ക്ലോസ് വന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് കൺഫേം ആയി അടുത്തത് ഒരു റിവേഴ്സലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ എൻ്റെ M15 വന്നു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ PDRS ഉണ്ട് എന്ന് നോക്കുക. റെസ്പെക്റ്റ് ചെയ്ത് PDRA ഏതാണ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴെ വീണേക്കുന്നത് അല്ലേ. ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴെ വീണേക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു M15 CASDക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവിടെയാണ് CASD എടുത്തത്. ഇത് അത്യാവശ്യം നല്ല ടൈം എടുത്തു. അപ്പോൾ ഞാനിവിടെ അലർട്ട് കൊടുത്തിരുന്നു. ഓക്കെ, അപ്പം എനിക്കൊരു ഡെഫിനിഷൻ എനിക്ക് H1 നിന്ന് കിട്ടിയത് കാരണം ഞാനിന്ന് എടുത്ത എൻട്രി ടൈം ഫ്രെയിം 5 മിനിറ്റാണ്. എൻ്റെ അലൈൻമെൻറ്റ് അങ്ങനെയാണ്. എൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ H4 ശരിക്കുള്ള അനാലിസിസുകൾ ഞാൻ H4 ചെയ്യുന്നതെങ്കിൽ ഞാൻ M15 വന്നിട്ട് പിന്നെ M1 ട്രേഡ് എടുക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. ഇന്ന് ഞാനാണെങ്കിൽ H4 വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഞാൻ H1 കൺഫർമേഷൻ കിട്ടി, ഞാൻ M5 തന്നെ ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്. ഒരു സ്കാൽപ്പിംഗ് ഒരു 1 മിനിറ്റിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി എവിടെയെങ്കിലും ഒരു റിവേഴ്സൽ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അലൈൻഡ് ടൈം ഫ്രെയിം. അപ്പോൾ ഞാൻ M5 വന്നപ്പോഴത്തേക്ക് ഇതെന്താണ്, ഇത് M15 ആൻഡ് M5 സിസ്ഡി ആണ്. ഓക്കെ, ഈ സിസ്ഡി കിട്ടിയപ്പോൾ ഈ സിസ്ഡി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൺഫർമേഷനായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ നോക്കി, ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് എങ്ങനെയാണ് വന്നേക്കുന്നത്, ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് വന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ എടുത്ത് മാർക്കറ്റ് താഴെ വന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ എടുത്ത് മാർക്കറ്റ് താഴെ വന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്ത് മാർക്കറ്റ് താഴെ വന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്ത് മാർക്കറ്റ് താഴെ വന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്താണ് മാർക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ PDRAസും ഫില്ലാണ്. ഒരു PDRA പോലും ഇവിടെ ബാലൻസ് കിടപ്പില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് മുകളിലേക്ക് പോകത്തില്ല എന്നെനിക്കറിയാം. അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഞാൻ സിൽവറിൽ പോയി നോക്കിയപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അവിടെ എന്താണ്, എനിക്കൊരു SMT ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹൈ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറിഷ് ആണ് അല്ലേ. ഓക്കെ, ഇത് ബെയറിഷ് ക്യാൻഡിലാണ്. ഓക്കെ, നമ്മൾ ഗോൾഡിൽ പോയി നോക്കുമ്പോൾ എന്താണ് പിക്ചർ, ഗോൾഡിൽ പോയി നോക്കുമ്പോൾ ഇതെന്താണ്, ഒരു ബുള്ളിഷ് ആണ്. ഹൈ എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഇതിവിടെ എന്തുണ്ട്, ഒരു PSP ഉണ്ട് ആൻഡ് SMT. ഇത്രയും കൂടെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് കോൺഫിഡൻസ് ആയി. കാരണം എന്താണ്, PDRAs എല്ലാം ഫില്ല് ചെയ്താണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് ഈ ഒരു ട്രേഡിൽ കയറാം. ഞാൻ ഈ ഒരു CASDയുടെ ഈ ക്യാൻഡിൽ ക്ലോസിൽ ഞാൻ എൻട്രി വെച്ചു. ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഞാൻ SL വെച്ചു. അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അത് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഇത് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്താൽ മാർക്കറ്റ് പോയേക്കുന്നത്. കണ്ടോ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പും ഫില്ല് ചെയ്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴ്ത്തു വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിൽ SL വെച്ചു. പിന്നെ എനിക്ക് ടാർഗറ്റ് വേണം. ഞാൻ ഇന്ന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഴിച്ചു വിടുന്നില്ല മാർക്കറ്റിനെ. 1:2 എടുക്കാമെന്ന് വിചാരിച്ച്
അപ്പോൾ പിന്നെ 1:2 നോക്കിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. എവിടെയാണ്? ഇവിടെ ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓർഡർ ബ്ലോക്കിൽ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു ഇതിനെ ഇവിടെ എക്സിറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അടുത്തൊരു അഡീഷൻ അപ്പം ഞാൻ നോക്കുന്നത് പറഞ്ഞാൽ സെഷനും കൂടെ നോക്കും എൻട്രി എടുക്കുന്നതിന് മുമ്പ്. ഇത് ലണ്ടൻ കിൽ സോണിലാണ് 2 to 4. ഈ ഒരു ടൈമിലാണ് എൻ്റെ ഈ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ 2 to 4 വരെ എൻ്റെ ലണ്ടൻ എൻട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ട്രേഡിൽ കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ എനിക്ക് എന്തൊക്കെ കോൺഫ്ലുവൻസ് ഉണ്ട്? എനിക്ക് 0100 എന്ന് പറയുന്ന 4 hour ക്യാൻഡിൽ എക്സ്പാൻഷൻ ആണെന്ന് പിടികിട്ടി. അത് H1 വന്നപ്പോൾ എനിക്ക് നീറ്റായിട്ടൊരു ക്യാൻഡിൽ ടു ക്ലോസ് കിട്ടി ഫോർ കണ്ടിന്യൂവേഷൻ. താഴേക്ക് കണ്ടിന്യൂ ആവാനായിട്ടൊരു ഇത് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ M15 ക്ലിയർ ആയിട്ട് എനിക്കൊരു POI കിട്ടി. ഓക്കെ, ആൻഡ് H1 ഓൾസോ. H1 ആ ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അത് M15 OBയും ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പും എനിക്ക് കിട്ടി. ഇത് രണ്ടിനും റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് താഴെ വീണു. അതിനുശേഷം ഞാൻ എൻട്രി ടൈം ഫ്രെയിം വന്നപ്പോൾ എന്തൊക്കെയാണ് നോക്കി? എനിക്ക് M15 ആൻഡ് M5 സെയിം CASD SISD കിട്ടി. SISD അറ്റ് ദ സെയിം ടൈം എനിക്ക് SMDയും ഉണ്ട് പ്ലസ് PSP ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ റിമൈനിങ് ബാലൻസ് ആയിട്ട് കിടക്കുന്ന എല്ലാ PDRAസും മാർക്കറ്റ് കറക്റ്റായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടാണ് താഴെ വന്നിരിക്കുന്നത്. ഒരു PDRA പോലും വിട്ടിട്ടില്ല മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്കിതിൽ ഒരു കോൺഫിഡൻസ് ആയി ഞാൻ എൻട്രി എടുത്തു. ഇന്നൊരു ഫ്രൈഡേ ആയതുകൊണ്ടും ഇന്നൊരു മാനിപ്പുലേഷൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ആശാൻ ഓൺലൈനിൽ പറഞ്ഞതുകൊണ്ടും ഞാൻ ഒരു നീറ്റായിട്ടുള്ളൊരു എക്സിറ്റ് അവിടെ ഒരു കിട്ടുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക് ഈവൻ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കിട്ടുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ആവുക എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.